എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ LBS പാരാമെഡിക്കൽ ഡിപ്ലോമ കോഴ്സുകളായിട്ടുള്ള DPharm, DHI, DMLT ഇതുപോലുള്ള വിവിധ ഡിപ്ലോമ കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിൻ്റെ ഭാഗമായിട്ടുള്ള 5th അലോട്ട്മെൻറ്റ് പ്രകാരം ആദ്യമായിട്ട് അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്കുള്ള ടോക്കൺ ഫീ പേയ്മെൻറ്റ് നാളെ അവസാനിക്കും. അതായത് ജനുവരി 4-ാം തീയതി വൈകുന്നേരം 5 മണിക്ക് അവസാനിക്കും. അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്ക് ആദ്യമായിട്ടാണ് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ളതെങ്കിൽ വിദ്യാർത്ഥികൾക്ക് നാളെ വൈകുന്നേരം 5 മണിക്കുള്ളിൽ ടോക്കൺ ഫീ പേയ്മെൻറ്റ് ചെയ്യാവുന്നതാണ്. ഓൺലൈനായിട്ടോ അതല്ലെങ്കിൽ തൊട്ടടുത്തുള്ള ഫെഡറൽ ബാങ്ക് ശാഖ വഴിയോ നിങ്ങൾക്ക് ഈ ഒരു ഫീ പേയ്മെൻറ്റ് ചെയ്യാവുന്നതാണ്. സെൽഫ് ഫിനാൻസിൽ കിട്ടിയിട്ടുള്ള വിദ്യാർത്ഥികൾ 10,000 രൂപയാണ് ടോക്കൺ ഫീ പേയ്മെൻറ്റ് ചെയ്യേണ്ടതായിട്ടുള്ളത്. അതുപോലെ തന്നെ ഗവൺമെൻറ് കോളേജിൽ കിട്ടിയിട്ടുള്ള വിദ്യാർത്ഥികൾ ആണെങ്കിൽ ഏകദേശം 7,240 രൂപയാണ് വരിക. DPharm ആണെങ്കിലും അതുപോലെ DHI കോഴ്സ് ആണെങ്കിലും ഫീസ് കുറവായിട്ടാണ് വരുന്നത്. DPharmന് 6,000 സംതിങ്ങും അതുപോലെ DHI ആണെങ്കിൽ 5,000 സംതിങ് ഫീസ് മാത്രമാണ് ഗവൺമെൻറ് കോളേജിൽ വരിക. അതിനുശേഷം വിദ്യാർത്ഥികൾ ജനുവരി 6-ാം തീയതിക്കുള്ളിൽ പോയിട്ട് അഡ്മിഷൻ നേടേണ്ടതാണ്. അലോട്ട്മെൻറ്റ് ലഭിച്ച് നിങ്ങൾ അഡ്മിഷൻ നേടും എന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം ടോക്കൺ ഫീ പേയ്മെൻറ്റ് ചെയ്താൽ മതി. കാരണം വിദ്യാർത്ഥികൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ച് അഡ്മിഷൻ നേടാതിരിക്കുകയാണ് എങ്കിൽ നിങ്ങൾക്ക് ലഭിച്ച ആ ഒരു സീറ്റ് നഷ്ടപ്പെടും. അതുപോലെ തന്നെ പിന്നീടുള്ള അലോട്ട്മെൻറ്റ് കിട്ടിയാൽ മാത്രമാണ് നിങ്ങൾക്ക് പിന്നീട് ആ ഒരു കോഴ്സിലേക്ക് അല്ലെങ്കിൽ മറ്റൊരു കോഴ്സിലേക്ക് മാറുന്നതിനും സാധിക്കുള്ളൂ. അതുകൊണ്ട് തന്നെ താല്പര്യമുള്ള കോഴ്സാണ് നിങ്ങൾ അഡ്മിഷൻ നേടുമെന്നുണ്ടെങ്കിൽ മാത്രം ഈ ഒരു ടോക്കൺ ഫീ പേയ്മെൻറ്റ് ചെയ്താൽ മതി. കാരണം പിന്നീട് നിങ്ങൾ അഡ്മിഷൻ നേടുന്നില്ലെങ്കിൽ പിന്നീട് അടുത്ത അലോട്ട്മെൻറ്റൊന്നും കിട്ടുന്നില്ല എങ്കിൽ പിന്നീട് നിങ്ങൾ റീഫണ്ടിനൊക്കെ അപ്ലൈ ചെയ്ത് ആ ഒരു പൈസ റീഫണ്ടിനായിട്ട് അപ്ലൈ ചെയ്ത് നിങ്ങൾ ആ ഒരു പൈസ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വരേണ്ടതായിട്ടൊക്കെ വരും. അതിന് ഏകദേശം കുറച്ച് കാലതാമസമൊക്കെ എടുക്കുന്നതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ജനുവരി 6-ാം തീയതി വൈകുന്നേരം 3 മണിക്കുള്ളിൽ തന്നെ നിങ്ങളുടെ ഒറിജിനൽ ഡോക്യുമെൻറ്റ്സും അതുപോലെ തന്നെ അലോട്ട്മെൻറ്റ് മെമ്മോയും സഹിതം വിദ്യാർത്ഥികൾ അതുപോലെ ബാലൻസ് ഫീസും സഹിതം നിങ്ങൾ പോയിട്ട് അഡ്മിഷൻ നേടേണ്ടതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ ചോദിച്ച പ്രധാനപ്പെട്ട കാര്യമായതും വിദ്യാർത്ഥികളുടെ ഈ ഒരു കോളേജ് ലിസ്റ്റിൽ കൊടുത്തിട്ടുള്ള ഫീസ് കൂടാതെ തന്നെ കൂടുതൽ പൈസയാണല്ലോ കോളേജിൽ നിന്ന് ചോദിക്കുന്നത് എന്നുള്ളത്. കാരണം ഡയാലിസിസ് ടെക്നോളജി കോഴ്സ് കിട്ടിയ ഒരു വിദ്യാർത്ഥി ഏകദേശം 70,000 രൂപ കോളേജിൽ നിന്ന് അഡ്മിഷൻ സമയത്ത് അടക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ച കോളേജിൽ നിങ്ങൾ അഡ്മിഷൻ നേടുന്നതിന് മുമ്പായിട്ട് കോളേജിൽ നിങ്ങൾ ഫീസിൻ്റെ ഡീറ്റെയിൽസ് അറിയാനായിട്ട് വിളിച്ചു ചോദിക്കുന്ന സമയത്ത് നിങ്ങളോട് ഈ ഒരു രീതിയിൽ ഇത്ര പൈസയാണ് ഫീസായിട്ട് വരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അത് ഏതൊക്കെ ഇനങ്ങളിലായിട്ടാണ് ഫീസ് വരുന്നത് എന്നുള്ള കാര്യം കൃത്യമായിട്ട് ചോദിച്ച് മനസ്സിലാക്കുക. കാരണം ചില കോളേജ് ഈ ഒരു ലൈബ്രറി അതുപോലെ തന്നെ ലാബ് അതുപോലെ നിങ്ങളുടെ ഹോസ്റ്റൽ ഫീസ് എന്നിങ്ങനെയൊക്കെ ആയിട്ടൊക്കെ ഫീസ് വാങ്ങിക്കാറുണ്ട്. അപ്പോൾ അത് നിങ്ങൾ ഏതോ ഇനങ്ങളിലൊക്കെയാണ് ഈ ഒരു ഫീസ് വരുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് ചോദിച്ച് മനസ്സിലാക്കുക. അല്ലാതെ നിങ്ങൾ അഡ്മിഷൻ സമയത്ത് എത്ര രൂപയാണ് അടക്കേണ്ടത് എന്ന് ചോദിച്ച ശേഷം അതറിഞ്ഞ ശേഷം ആ ഒരു ഫീസ് ഏതൊക്കെ ഇനങ്ങളിലാണ് വരുന്നത് എന്നുള്ളത് ചോദിക്കാതെ കോൾ കട്ട് ചെയ്യരുത്. നിങ്ങൾ വിളിച്ച് ചോദിച്ച ശേഷം നിങ്ങൾ ആ ഒരു ഫീസ് ഏതൊക്കെ ഇനങ്ങളിലായിട്ടാണ് വരുന്നത് എന്നുള്ളത് ചോദിച്ച് മനസ്സിലാക്കുക. കാരണം പല കോളേജും പല ഫീസുകളാണ് പറയുന്നത് എന്നുള്ളതും അതുപോലെ തന്നെ ഈ ഒരു ലിസ്റ്റിൽ പറഞ്ഞ പ്രകാരമുള്ള ഫീസല്ല അതിൽ കൂടുതൽ പറയുന്നുണ്ട് എന്നുള്ളത് വിദ്യാർത്ഥികൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ കോളേജിൽ വിളിച്ച് കോൺടാക്റ്റ് ചെയ്ത് ഫീസിൻ്റെ ഡീറ്റെയിൽസ് കൃത്യമായിട്ട് ചോദിച്ച് മനസ്സിലാക്കുന്ന സമയത്ത് അത് ഏതൊക്കെ ഇനങ്ങളിലായിട്ടാണ് ആ ഒരു ഫീസ് വരുന്നത് എന്നുള്ളത് ചോദിച്ച് മനസ്സിലാക്കുക. ഗവൺമെൻറ് കോളേജ് ആണെങ്കിൽ നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഫീസ് വേറെ ഒന്നും വരുന്നില്ല. നിങ്ങൾക്ക് PTA ഫണ്ടോ മറ്റോ ഉണ്ടെങ്കിൽ മാത്രമേ ഗവൺമെൻറ് കോളേജിൽ വരുള്ളൂ. അതുപോലെ തന്നെ സാധാരണ കോമൺ ആയിട്ട് വരുന്ന ഹോസ്റ്റൽ ബുക്ക്, യൂണിഫോം ഇവ മാത്രമാണ് ഗവൺമെൻറ് കോളേജിൽ ഫീസ് ആയിട്ട് വരുന്നത്. അതും തന്നെ അഡ്മിഷൻ സമയത്തൊന്നും അടക്കേണ്ടതായിട്ടും വരുന്നില്ല. നിങ്ങൾ ഓൾറെഡി ടോക്കൺ ഫീ പേയ്മെൻ്റ് ആയിട്ട് അടച്ച പൈസ മാത്രമാണ് ഗവൺമെൻറ് കോളേജിൽ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയ കോളേജിൽ കോൺടാക്റ്റ് ചെയ്ത് ഫീസിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾ ചോദിക്കുന്ന സമയത്ത് നിങ്ങളോട് ഇത്ര പൈസയാണ് അടക്കേണ്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കൃത്യമായിട്ട് ആ ഒരു പൈസ ഏതൊക്കെ ഇനങ്ങളിലായിട്ടാണ് വരുന്നത് എന്നുള്ളത് ചോദിച്ച് മനസ്സിലാക്കുക. കാരണം പല വിദ്യാർത്ഥികളും ഈ ഒരു ലിസ്റ്റിൽ പറഞ്ഞ പ്രകാരമല്ല അതിൽ കൂടുതൽ ഫീസ് വാങ്ങിക്കുന്നതായിട്ട് പറഞ്ഞിട്ടുണ്ട്. കാരണം ചില കോളേജ് ഇതിൽ പറഞ്ഞ പ്രകാരം അതായത് 27,000 സംതിങ് രൂപയോളമാണ് ഫീസ് വരുന്നത്. അതിനോടൊപ്പം ഏകദേശം ഒരു 5,000 രൂപയൊക്കെ കൂടിയിട്ട് ഏകദേശം 32,500 അഡ്മിഷൻ സമയത്ത് അടക്കേണ്ടതായിട്ട് പറയുന്ന കോളേജ് ഉണ്ട്. എന്നാൽ ചില കോളേജ് വിദ്യാർത്ഥികൾ പറഞ്ഞതുപോലെ 70,000 അടക്കാനായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ആ ഒരു കോളേജിൽ നിങ്ങൾ അഡ്മിഷൻ നേടുന്നതിന് മുമ്പായിട്ട് കൃത്യമായിട്ട് ഈ ഒരു ഫീസിൻ്റെ ഏതൊക്കെ ഇനങ്ങളിലായിട്ടാണ് ഈ ഒരു ഫീസ് വരുന്നത് എന്നുള്ളത് ചോദിച്ച് മനസ്സിലാക്കുക. കാരണം ഒരു വിദ്യാർത്ഥി ഈ ഒരു രീതിയിൽ 70,000 രൂപ അഡ്മിഷൻ സമയത്ത് അടക്കേണ്ടതായിട്ടുണ്ട് എന്ന് പറഞ്ഞത് കൊണ്ടാണ് ഈ ഒരു കാര്യം പറയുന്നത്. അതായത് ഈ ഒരു ഫീസ് ഏതൊക്കെ ഇനങ്ങളിലായിട്ടാണ് നിങ്ങൾ അടക്കേണ്ടതായിട്ട് ഉള്ളത് എന്ന്
കൃത്യമായിട്ട് ചോദിച്ച് മനസ്സിലാക്കുക. കാരണം 2 വർഷത്തെ ഫീസ് ഒരുമിച്ചിട്ടാണോ വരുന്നത് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഫീസിനത്തിൽ വരുന്ന അതാണോ എന്നുള്ളത് കൃത്യമായിട്ട് ചോദിച്ച് മനസ്സിലാക്കേണ്ടതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു അലോട്ട്മെൻറ്റിൽ ആദ്യമായിട്ടാണ് അലോട്ട്മെൻറ്റ് ലഭിച്ചതെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈനായിട്ടോ അല്ലെങ്കിൽ ഫെഡറൽ ബാങ്ക് ശാഖ വഴിയോ നിങ്ങൾക്ക് ഈ ഒരു ഫീ പേയ്മെൻറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നാളെ വൈകുന്നേരം 5 മണിക്കുള്ളിൽ ഒരു ഫീ പേയ്മെൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ അലോട്ട്മെൻറ്റ് കിട്ടി മറ്റൊരു കോളേജിൽ ഓൾറെഡി അഡ്മിഷനുള്ള വിദ്യാർത്ഥികൾ നിങ്ങൾ മുൻപ് അലോട്ട്മെൻറ്റ് ലഭിച്ച ആ ഒരു കോളേജിൽ നിന്നുള്ള ഡോക്യുമെൻറ്റ്സും ഫീസും ഒക്കെ തിരികെ വാങ്ങിച്ച് പുതിയ കോളേജിൽ പോയിട്ട് ഈ ഒരു ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളൊക്കെ നൽകിക്കൊണ്ട് നിങ്ങൾ ജോയിൻ ചെയ്യേണ്ടതാണ്. ജോയിൻ ചെയ്തിട്ടില്ല എങ്കിൽ ജനുവരി 6-ാം തീയതിക്ക് ശേഷം ആ ഒരു അലോട്ട്മെൻറ്റ് റദ്ദ് ചെയ്യപ്പെടുന്നത് ആയിരിക്കും. പുതുതായിട്ട് അലോട്ട്മെൻറ്റ് മറ്റൊരു കോളേജിൽ നിന്ന് ഈ ഒരു അലോട്ട്മെൻറ്റിൽ പുതിയൊരു കോളേജിലേക്ക് മാറ്റം കിട്ടിയിട്ടുള്ള വിദ്യാർത്ഥികൾ നിലവിൽ നിങ്ങൾക്ക് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് കിട്ടിയ കോളേജിൽ തന്നെ ജോയിൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.